ഹായ്, SP ഉള്ളതാണ്. കിടന്നിട്ട് ഉറക്കം കിട്ടാത്തത് കൊണ്ട് ഒരാൾ അർദ്ധരാത്രി 12 മണിക്ക് ഇന്നലെ വന്ന് ഈ നാട്ടിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കാണാനിടയായി. ഈ നാട്ടിൽ എന്ത് പ്രതിഷേധം ഉണ്ടായാലും അതൊന്നും എൻ്റെ പ്രശ്നമല്ല, ഞാൻ അങ്ങോട്ടേക്ക് നോക്കില്ല, അതിനെതിരെ ഒരക്ഷരം പറയില്ല. അത് ഈ നാട്ടിലെ ജനങ്ങളാണെന്നൊന്നും എൻ്റെ പ്രശ്നമല്ല. ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ ഞാനൊരു ചക്രവർത്തിയാണ്. എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ റേഡിയോ പോലെയാണ്, അങ്ങോട്ട് എന്ത് പറഞ്ഞോളൂ അത് കേട്ടോളണം. അല്ലാതെ തിരിച്ച് എന്നോട് എന്ത് പറഞ്ഞാലും അതിനൊന്നും ഈ നാട്ടിൽ മറുപടി അർഹിക്കുന്ന ഒരു വ്യക്തി പോലുമില്ല. ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കഴിഞ്ഞ കുറേ കാലത്തെ നിലപാടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായി കട്ടിലിൽ പോയി കിടന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാര്യം എന്താണ്? രാജ്യ തലസ്ഥാനം തന്നെ നിന്ന് കത്തുന്ന ഒരു സാഹചര്യത്തിലെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാണുന്നതൊക്കെ നഷ്ടപ്പെടാൻ പോവുകയാണ്. നാളെ മുതൽ എൻ്റെ പഴയ കാലം ആലോചിച്ചപ്പോൾ അതിലേക്ക് ഞാൻ മടങ്ങി പോകേണ്ടി വരുമോ എന്ന ആശയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യേണ്ടി വരും? ഇതൊക്കെ നിലനിർത്താൻ വേണ്ടി താൻ പിടിച്ചിരിക്കുന്ന മുയലിന് 3 കൊമ്പ് എന്നുള്ള പിടിവാശിയെല്ലാം വിട്ടിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വരും. കാര്യം അവരാണല്ലോ യഥാർത്ഥ യജമാനന്മാർ, അവരാണല്ലോ എനിക്കിതെല്ലാം തന്നത്. അങ്ങനെയാണ് ഇന്നലെ രാത്രി മൗനിബാവ വാ തുറന്നത്. അർദ്ധരാത്രി 12 മണിക്ക്. ഒരു കാര്യം ആലോചിക്കുക, ഈ രാജ്യത്തിന്റെ ടൈം സോൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ 2 തരം ടൈം സോൺ ഇല്ല, ചില മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. സ്വാഭാവികമായിട്ടും അർദ്ധരാത്രി 12 മണി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഉറങ്ങുന്ന സമയമാണ്. ഈ നാട്ടിലല്ല, ഈ അമേരിക്കൻ പൗരന്മാരുടെ സമയത്ത്, അവിടെ നേരം വെളുത്തിരിക്കുന്ന സമയത്ത് ആ നാട്ടിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പോലെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മൗനിഭാവ വന്നിട്ട് ഇന്നലെ ഈ നാട്ടിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നവരോട് പറയുന്നു എന്ന തരത്തിൽ പറഞ്ഞത് ആരോടാണ്? പലരും അർദ്ധരാത്രിയൊക്കെ ഉറക്കമഴിഞ്ഞിരുന്ന് അവിടെ പ്രതിഷേധ സമരത്തിലായതുകൊണ്ട് കണ്ടിരിക്കാം. കാര്യം ഉറങ്ങാത്ത രാത്രികളാണ് നമ്മുടെ ചെറുപ്പങ്ങൾക്കുള്ളത്. അവർ വിപ്ലവം തുടങ്ങിയതിന് ശേഷം, കാര്യം ആരാലും അവരെ ഇങ്ങോട്ടേക്ക് സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവന്നതല്ല. ഈ നാട്ടിലെ ഒരു സിസ്റ്റം തകരാറിലായി അതിന്റെ ഭാഗമായിട്ട് ഈ നാടിന്റെ നാളെ നയിക്കേണ്ട യുവത്വങ്ങൾ ജീവനൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴും ഈ മൗനിഭാവമാർക്കൊരിതുണ്ട്. അതായത് ഈ മുതിർന്ന സംഘികൾ എന്ന് പറഞ്ഞ ഒരു മാടമ്പി സ്വഭാവമുള്ളവരാണ്. അവരുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ വേറെ ആർക്കും പ്രതികരിക്കില്ല, ആർക്കും ഒരു മറുപടി കൊടുക്കാനും തയ്യാറാകില്ല. ആ അഹംഭാവത്തിന് നേരെയാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഈ നാട്ടിലെ ചെറുപ്പങ്ങൾ തെരുവിലേക്ക് വന്നു. അത് ഒരാഴ്ചയല്ല, കഴിഞ്ഞ മെയ് ലാസ്റ്റ് മുതൽ ഏകദേശം 22 24 ദിവസത്തോളം ആയിക്കഴിഞ്ഞു. ജൂൺ ആദ്യവാരം തൊട്ടാണ് വന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 24 25 ദിവസം അവർ നടത്തിയ സമരത്തെ പുല്ലുവില കൽപ്പിച്ചു. തിരിഞ്ഞു നോക്കിയില്ല. അവനൊക്കെ അവിടെ കിടന്ന് ചാവട്ടെ എന്ന് വാൻചുങ്കിന്റെ ആ നിരാഹാര സമരമൊക്കെ കണ്ടപ്പോൾ അങ്ങ് വില കൽപ്പിക്കാതെയിരുന്നു. വില കൽപ്പിക്കാതെ തഴഞ്ഞ് അവഗണിച്ച് ഇല്ലാതാക്കാമെന്നായിരുന്നു കരുതിയത്. പക്ഷേ അനുദിനം പറയാറില്ലേ, നേരത്തെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണക്ക് ഒരു ആശയം രൂപപ്പെട്ടാൽ ആ ആശയം കാതലായിട്ടുള്ള ഒരു വിഷയത്തെ, അതായത് ഒരു കെടുകാര്യസ്ഥതയെ മുൻനിർത്തിയും ഈ നാട്ടിലെ ചെറുപ്പങ്ങളുടെ ഭാവി, അതായത് സ്വന്തം മക്കളെ എല്ലാവരെയും വിദേശത്തെല്ലാം പഠിപ്പിക്കുന്ന മന്ത്രിമാർ, എന്നിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഭാവിയെ നിശ്ചയിക്കുന്ന പരീക്ഷകളെ അതിനെ എഴുതി പല കച്ചവടക്കാർക്കും ഏജൻസികൾക്കും വിറ്റുകൊടുത്ത് ചോദ്യപേപ്പർ ചോർത്തി കമ്മീഷൻ അടിച്ചിരിക്കുന്ന മന്ത്രിമാർ, അങ്ങനെയുള്ള സംവിധാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പരസ്യമായി പ്രതിഷേധിക്കാൻ വന്നപ്പോൾ അവഗണിച്ചു. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാവിലെ എക്സിൽ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കൊണ്ട് കഴിയുമെന്ന് കരുതി. പക്ഷേ മൗനിഭാവയുടെ ആ എക്സ് പോസ്റ്റ് പോലും മുഖവിലക്കെടുക്കാതെ അയാൾ പറയുന്ന വാക്കിന് വിലയില്ലാത്ത രീതിയിൽ ഈ നാടിന്റെ യുവത്വങ്ങൾ തലസ്ഥാന നഗരിയിൽ തടിച്ചുകൂടി ഉറക്കമില്ലാതെ അവർ പ്രതിഷേധമുയർത്തി തുടങ്ങിയപ്പോൾ ഇനി അവരെ അടിച്ചൊതുക്കാൻ കഴിയില്ല. അടിച്ചൊതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കസേര തെറിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അർദ്ധരാത്രി അദ്ദേഹം ഉണർന്നതിന് ശേഷം എങ്ങനെ ഉറക്കം കിട്ടാത്തൊരു സാഹചര്യം, എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് വരുന്ന ഒരു അവസ്ഥയിൽ നിന്നൊരു മനുഷ്യന്റെ പ്രതികരണമായിട്ടാണ് തോന്നിയത്. മൊബൈൽ ഫോൺ ഓണാക്കി അതിന്റെ മുന്നിൽ ഇങ്ങനെ അടുത്തു പോയിരുന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതൊന്നും പോരാ. ക്യാബിനറ്റിലെ തീരുമാനമല്ല. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രി, അത് ഈ നാട്ടിലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളുടെ നികുതി പണം കൊടുത്തിരുത്തിയിരിക്കുന്ന മന്ത്രി, അദ്ദേഹത്തിന്റെ വകുപ്പിൽ വന്ന വീഴ്ചയ്ക്ക് 13 കുട്ടികളുടെ ജീവൻ ഉത്തരവാദിത്വം പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണമേ, പുറത്താക്കണമേ എന്നൊരാവശ്യം അംഗീകരിച്ചേ മതിയാകുള്ളൂ. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ അവർ വിജയം കണ്ടു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ 12 വർഷമായി ഒരു വിഷയത്തിലും വാ തുറക്കാതെ അതിനോട് മുഖം തിരിച്ച് വിദേശയാത്രകളിലും ടൂറുകളിലും നടന്ന് അതിനോടെല്ലാം ഒരംശം പോലും അനുകൂലമായിട്ടുള്ള അനുകമ്പയോടുകൂടി ഒരു പ്രതികരണം നടത്താത്ത വ്യക്തി അർദ്ധരാത്രി എണീറ്റ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയെടുത്തുണ്ട്. ആരാണ് വിജയിച്ചിരിക്കുന്നത്? ആരുടെ ശബ്ദം ഉയർന്നിരിക്കുന്നു? ആ ഉയർത്തിയ പ്രതിഷേധത്തിൽ വല്ലാതെ വിറച്ചുപോയി, ഭയന്നുപോയി എന്നതിന്റെ തെളിവ് തന്നെയാണ്.